ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ചരിത്രപ്രസിദ്ധമായ കൊട്ടാരക്കര കൺവെൻഷൻ്റെ 129 സമ്മേളനം സമാരംഭിക്കുകയാണല്ലോ. 19 നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ ആരംഭിച്ച് 21 നൂറ്റാണ്ടിൻ്റെ 3 ദശകത്തിൽ വരെ എത്തി നിൽക്കുന്ന ഈ കൺവെൻഷൻ മലങ്കര സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാത്മീക കൂട്ടായ്മയാണ്. പ്രത്യേകിച്ചും ആധുനിക ജീവിതത്തിലെ വെല്ലുവിളികൾ എല്ലാ മനുഷ്യർക്കും ആത്മീയമായ ദാഹം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, മതപരമായ തീവ്രവാദത്തിൻ്റെ വെല്ലുവിളികൾ, ആധുനിക ആശയ സംവേദന മാർഗങ്ങൾ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ, അതുപോലെ തന്നെ അപ്പസ്തോലിക സഭയുടെ വിശ്വാസത്തെ വക്രീകരിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന പ്രചരണങ്ങൾ, ഇതിനെയൊക്കെ നേരിടുവാനായി മലങ്കര സഭ മക്കൾ ആത്മീയമായ ചൈതന്യം ഉള്ളവരായി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊട്ടാരക്കര കൺവെൻഷൻ പോലെയുള്ള സുവിശേഷ യോഗങ്ങളുടെ പ്രസക്തി ഇന്നും വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ 1.25 നൂറ്റാണ്ട് കൊണ്ട് എത്രയോ ആളുകൾ തങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനും തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അർത്ഥവത്തായി നേരിടുവാനും തിരുവചനത്തിലേക്ക് കൂടുതൽ ആഭിമുഖ്യമുള്ളവരായി തീരുവാനും ഈ കൺവെൻഷൻ സഹായിച്ചിട്ടുണ്ട്. പുണ്യശ്ലോകനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വച്ച ഒരു കൺവെൻഷൻ യോഗമാണ് കൊട്ടാരക്കര കൺവെൻഷൻ എന്നുള്ളത് അവിടെ പലപ്പോഴും വന്നിട്ടുള്ള എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൈമാറുന്ന വിശ്വാസം, ആരാധന, അനുഷ്ഠാനങ്ങൾ, ജീവിത മൂല്യങ്ങൾ ഇവയൊക്കെയും കാത്തുപരിപാലിക്കുവാൻ നമ്മുടെ ആളുകളുടെ ആധ്യാത്മികതയ്ക്ക് ഒരു റിഫ്രഷർ കോഴ്സ് പോലെ ഈ കൺവെൻഷൻ യോഗത്തിൽ സമാഗമത്തിലെ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ, കൂട്ടായ്മകൾ, ആധ്യാത്മിക സംഘടനാ സമ്മേളനങ്ങൾ ഒക്കെ വളരെയധികം സഹായിക്കും. നമുക്കൊരുമിച്ച് ആ സുവിശേഷ പന്തലിലേക്ക് കടന്നു ചെന്ന് ദൈവത്തെ സ്തുതിക്കാം, കീർത്തനങ്ങൾ ആലപിക്കാം, തിരുവചനം വായിക്കാം, നല്ല നല്ല പ്രസംഗങ്ങൾ കേട്ട് നമ്മുടെ ആധ്യാത്മിക ചൈതന്യം മേൽക്കുമേൽ ശോഭിക്കുവാൻ നമുക്ക് പ്രയത്നിക്കാം. അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ തിരുവചനത്തെപ്പറ്റി പറയുന്നത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയുള്ള ഒരായുധമായിട്ടാണ്. അത് സന്ധി മജ്ജകളെ വരെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ച് അറിയുന്നതുമായ ഒന്നാണ്. ദൈവവചനത്തിനായുള്ള ദാഹം ഇന്നും നമ്മളുടെ മക്കളിൽ വർദ്ധിച്ചു വരികയാണ്. അതിനെ തണുപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർ, സുവിശേഷ പ്രവർത്തകർ നടത്തുന്ന ഈ ഉദ്യമം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോട്ടയം പഴയ സെമിനാരിയുടേതായ എല്ലാവിധമായ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു.